അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. മഹാനായ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ചൊന്ന ചരിത്രം സൂറത്ത് മറിയം, അതിൽ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഹിസ്റ്ററി ചെന്ന്, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്ര ചെന്ന്, മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്ര ചെന്ന്, അതിൽ 40 ആയത്ത് വിശദീകരിച്ച് 41ാമത്തെ ആയത്തായിട്ട് ഇതിന്റെ വിശദീകരിക്കൊണ്ടത്. ഈ നബിമാരെ ചരിത്രയ്ക്ക് തന്നിട്ട് അള്ളാഹു തആല ഇനി ചൊല്ലക്കൊണ്ടത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമായിട്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അമ്പിയാക്കന്മാരിൽ നബിമാരിൽ പ്രധാനപ്പെട്ട നബിമാരിൽ പെട്ട ഒരു നബിയായിട്ട്. ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ മോൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമുടെ പാരമ്പര്യത്തിൽ വന്ന ആളായിട്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ഹയാത്ത് കാലത്ത് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ മോൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം മക്ക ആയത്തിൽ നബിയും റസൂലായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ മോൻ സാറാ ബീവിയിൽ നിന്നുണ്ടായ മോൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ഹയാത്ത് കാലത്തെ നബിയായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ മോൻ ഇസ്ഹാഖ് നബിയുടെ മോൻ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാമുടെ മോൻ യൂസുഫ് നബി അലൈഹി സ്വലാം. അങ്ങനെ ആ മോന്റെ പാരമ്പര്യത്തിൽ ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ പിന്നെ വന്ന നബിമാരൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ കുടുംബ പാരമ്പര്യയിൽ വന്ന ആളായിട്ട്. അതുകൊണ്ടായിട്ട് ഇബ്രാഹിമ വാല ആലി ഇബ്രാഹിമ, ഞങ്ങളെ നബിയുടെ കുടുംബത്തിൽ നീ ബറക്കത്ത് ചെയ്യണം. എങ്ങനെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ കുടുംബത്തിൽ നീ ബറക്കത്താക്കിയതുപോലെ. കാരണം ഒരുപാട് നബിമാർ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ കുടുംബ പരമ്പരയിലുണ്ട്. ഞങ്ങളുടെ നബിയും ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ കുടുംബ പരമ്പരയിൽ തന്നെ വന്ന ആളായിട്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ചരിത്ര ചൊല്ലൊക്കെ ചൊല്ലേ. ഒന്ന്, മക്കറായത്തങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ പരിചയം. ഈ ഖുറൈശിങ്ങാൻ ചൊന്നെങ്കിൽ ആറ്? മക്കത്തുള്ള ഖുറൈശിങ്ങാൻ ചൊന്നെങ്കിൽ ആറ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ മോൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമുടെ സന്താന പരമ്പരയായിട്ട് ഈ ഖുറൈശിൻ ചൊല്ല ഈ ഭാഗം. അപ്പൊ അങ്ങ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമുടെയും ആദരിച്ചോണ്ടും ബഹുമാനിച്ചോണ്ടും ഇന്നകം. അപ്പൊ മക്കറായത്തുള്ള മുശ്രിക്കീങ്ങൾ അള്ളാഹുടെ കൂടെ വിശ്വസിച്ചിരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമുടെ ആദരിച്ചോണ്ടിരുന്നത്. അതേപോലെ എന്താക്കിയെന്ന് ലാത്ത ഉസ്സ മനാത്ത ചൊല്ലുള്ള വിഗ്രഹങ്ങളാക്കി അതിക്ക് പൂജ ആയിക്കൊണ്ടിരുന്നില്ല. അത് പിൽക്കാലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ കാലം കഴിഞ്ഞ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമുടെ കാലം കഴിഞ്ഞ് കുറെ കാലത്തോളം ആ ദീൻ മുറുകെ പിടിച്ച് കുറെ കാലം കഴിഞ്ഞാൽ പിന്നെ ഒരാളായിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രതിമയാക്കിയിട്ട് അതൊക്കെ പൂജാകൂപനായി തുടങ്ങിയത്. പിന്നെ ആയിട്ട് അത് അവിടെ അങ്ങനെ ഒരു ആരാധന തുടങ്ങിയത്. അല്ലാണ്ട് അങ്ങ് ഇപ്പൊ ഹജ്ജ് ആക്കിക്കൊണ്ടിരുന്നങ്ങമേ, അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നോണ്ടിരുന്നങ്ങമേ, അങ്ങ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദീൻ മുറുകെ പിടിക്കുന്നങ്ങമേ. ഇപ്പോ അതായത് ഈ മുൻകാലത്തെ ദീന് കിട്ടിയ ആൾ മാറും. യഹൂദിങ്ങളുള്ളവർ, നസാറാക്കളുള്ളവർ, അതുപോലെ വേറെ ആരെ വിഭാഗം എന്തെങ്കിലും അങ്ങ് എല്ലാവരും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആദരിക്കുന്നതായിട്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ നസാറാക്കളും ജൂതന്മാരും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആദരിക്കുന്നതുമായിട്ട്. അപ്പൊ ഈ മക്കർ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്ട് അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്ര ചൊന്നു കൊടുക്കുകയായി ഖുർആനിൽ ചൊല്ലുമ്പോ ഈ മക്കർ ആയത്തങ്ങൾക്ക് ഞങ്ങളെ നബി ചൊന്നു കൊടുക്കുന്ന ആ ചരിത്ര ശരിയായ ചരിത്രങ്ങൾ ഓതി കൊടുക്കുമ്പോ ഇത് നബി തങ്ങൾക്ക് സ്വന്തമല്ല ഓതി കൊടുക്കണേ, അള്ളാഹുടെ പക്കൽ നിന്ന് കിട്ടിയ അറിവ് എന്ന് അങ്ക് മനസ്സിലാക്കുകയായിട്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചൊന്നു കൊടുക്കണേ, ചൊല്ലുകയായി ചൊല്ലുക. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചൊല്ലത് ഇറാഖിലെ ബാബിലോണിലായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ചത്. ആ ബാബിലോണിൽ നിന്ന് അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നബിയും റസൂലുമായി അണ്ട് ദീൻ പ്രബോധനാക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ബാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെറിയക്കുമ്പോ വഫാത്തായി എന്നായിട്ട് ചരിത്രത്തിൽ കണ്ടേ. പിന്നെ ഈ ബാപ്പയുടെ സഹോദരൻ, അതായത് കുഞ്ഞാപ്പമ്മ അല്ലെ മൂത്താപ്പമ്മ, താറഖ് എന്ന് പേരുള്ള ആളായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സംരക്ഷിച്ചു കിട്ടും. ആ താറഖിന്റെ പിന്നെ ഇസ്ലാമുക്ക് വിളിക്കരുത്, അയാൾ വിശ്വസിക്കില്ലാണ്ടാകുമ്പോ റായത്തങ്ങനെ വിളിക്കരുത്. പിന്നെ അങ്ങ് അവിടെ ഉൾക്കൊണ്ടില്ല എന്നിട്ടാകുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹറാന് പോയിട്ട് അവിടെ അങ്ങനെ ഇസ്ലാമ വിളിക്കരുത്. ഹറാനിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഷാമുക്ക് പോണ്ടു.
ഷാമ് പോയിട്ട് അവിടെ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈജിപ്റ്റ് വന്നിട്ട് അവിടെയും കുറെ കഷ്ടം അനുഭവിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് രണ്ടാമത് ഫലസ്തീനിലേക്ക് പോണ്ട്. ഇങ്ങനെ ഒരുപാട് ഹിജ്റ പോയ ആളായിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദീനകനായിട്ട് വലിയൊരു ത്യാഗം സഹിച്ച നബി ആയിട്ട് സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് 90 വർഷം കഴിഞ്ഞൽ പിന്നെ ആയിട്ട് ആ വയസ്സെത്തുമ്പത്തായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് ഇസ്മായിൽ എന്ന മോനുണ്ട് അവിടെ. അതിൽ പിന്നെ ആ മോനുണ്ടായിട്ട് പിന്നെ 14 വർഷം കഴിഞ്ഞിട്ടായിട്ട് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ജനിക്കലേ. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ഹാജർ എന്ന ബീവിയിൽ നിന്ന്, ഹാജർ എന്ന പെഞ്ഞായിൽ നിന്നായിട്ട് ഇസ്മായിൽ നബിയും, സാറ എന്ന പെഞ്ഞായിൽ നിന്ന് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം. അങ്ങനെ വലിയൊരു ചരിത്ര മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കണ്ടു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ സംഭവിച്ചുള്ളതിനായിട്ട് അള്ളാഹു തആല ചൊല്ല് 41-ാമത്തെ واذكر في الكتاب إبراهيم إنه كان صديقا نبيا. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ചരിത്ര പരിശുദ്ധ ഖുർആനിൽ ഓതി കൊടുക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നബിയായിട്ട് സത്യസന്ധത എന്നുള്ള ആ ഏത് ഘട്ടത്തിലും നേരായ പലക്ക് സ്വീകരിച്ച ആളായിട്ട് അമ്പിയാക്കന്മാരെല്ലാവരും നേര് ചൊല്ലും, അങ്ങാറും കളവ് ചൊല്ലില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരുപാട് അങ്ങനത്തെ ഘട്ടങ്ങൾ വന്നപ്പോക്കെ ഒരു പക്കത്ത് പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം പതറിയിട്ടില്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ചൊല്ലുകയായിട്ട് അള്ളാഹു താല ചരിത്രം ഓതി കൊടുക്കുകയായിട്ട് ചൊല്ലും. അപ്പൊ ഈ ആയത്ത് ഓതുമ്പോ ഇന്നഹു നൂന് മണിക്കണം, സിദ്ദീഖൻ നബിയ്യ, നബിയ്യ വഖഫാക്കറത്ത് നറ്റുന്ന നബിയ്യ ബായി ഉർക്കയം പുച്ചോതിറ ഉർക്കയം പുട കുത്തിറ. واذكر في الكتاب إبراهيم إنه كان صديقا نبيا إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെന്നപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ബാപ്പടട്ട് ചെന്ന്, ഏ ബാപ്പ എന്തുക നിങ്ങ ഈ കാതുക കേൾക്കാത്ത കണ്ണ് കാണാത്ത എന്തോരം ഉപകാരമാക്കാത്ത ഈ വിഗ്രഹത്തുക നിങ്ങ ആരാധിക്കേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ ബാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെറിയക്കുമ്പോ തന്നെ മൗത്തായിട് എന്നായിട്ട് ചരിത്രം ചൊല്ലേ. അപ്പൊ ഈ ബാപ്പടെ വിളിച്ചിട്ട് ചൊന്തുൽ ഖുർആൻ ചൊന്നല്ലേ, അത് ബാപ്പടെ സഹോദരനായിട്ട്, അതായത് കുഞ്ഞാബ അല്ലെങ്കിൽ മൂത്താബ എന്നുള്ളത് അബ്ബടെ സ്ഥാനത്തായത് കൊണ്ടായിട്ട് അങ്ങനെ വിളിച്ചിട്ടേ എന്ന് ചരിത്രകന്മാർ ചൊല്ലും. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബാപ്പടൊട്ട് കേൾക്കട്ടെ. ബാപ്പ പറഞ്ഞ അതായത് ബാപ്പടെ എല്ലോണോ അല്ലെങ്കിൽ മൂത്തോണോ എന്ത് നിങ്ങ അയാള് എന്താക്കിയിട്ട് ഈ വിഗ്രഹത്തിലെല്ലാം കെത്തി അതിലെ റൂപ്പാക്കിയിട്ട് അതിലെ കൊണ്ടുപോയിട്ട് വിത്തോണ്ടും അതിലാക്കി കൊടുക്കട്ട ആളായിട്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രബോധനം തുടങ്ങണമേ ഔത്തിൽ നിന്ന് എന്ത് നിങ്ങൾ ഇതൊക്കെ ആരാധന ആക്കടെ, ഇതൊക്കെ കണ്ണ് കാണില്ല, കേക്കില്ല, ഇതൊക്കെ ഒരു ഉപകാരം ചെയ്യുകയില്ല. അപ്പൊ അങ്ങനെ ഓതി ആയത്ത് യാ നീട്ടോ കൊണ്ട് അബത്തി എന്നവിടെ തീരെ നീട്ടൊക്കെ തീര അബത്തി മാത്രല്ലേ. പിന്നെ ലിമാട്ടാവോ തീര ലിമത്താവുബുദ് അവിടെ മാറ്റ് നീറ്റിങ് അർത്ഥം ചേഞ്ച് അവിടെ ലിമത്തഅബുദ് അത് ക്വസ്റ്റൻ മാർക്കായിട്ട് ലിമത്തഅബുദ് എന്തൊക്കെ നിങ്ങൾ ഇബാദത്ത് എടുക്കുക ലിമത്തഅബുദ് ഡിമാൻഡ് ആയിക്കോണത് തീര. يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا. പിന്നെയും കേക്കട് അതാ പിന്നെയും ചൊല്ലു ബാപ്പ നക്ക അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന് ഇൽമ കിട്ടിയത്, അത് നിങ്ങൾക്ക് കിട്ടാത്ത ഇൽമ. അള്ളാഹുനക്ക് നബിയും റസൂലായി അള്ളാഹുനെ കടത്തിരാം. അതുകൊണ്ട് നാ ചൊല്ലത് അനുസരിക്കോറും നന്റെ പിൻപറ്റോറും അള്ളാഹുടെ കൊണ്ട് വിശ്വസിക്കോറും എന്നാ നിങ്ങൾ നേരായ മാർഗത്തിൽ എത്തുന്നത്. ഇതിലും അങ്ങനെ യാ അബത്തി തീ എന്നുള്ളത് ഒരിക്കലും നീട്ടത്തീര, യാ മാത്രം നീട്ടണം. യാ അബത്തി യാത്തത്തിൽ യാറ നീട്ടണം. അവിടെ അഡ്ഡ കയറിട്ട് യാറ നീട്ടണം. മിനൽ ഇൽമി മാ ലം യഅതിക യഅതിക കാത്തെ നീട്ടമില്ല, യഅതിക യഅതിക അങ്ങനെ ഇല്ല, തീരെ നീട്ടമില്ല കാത്തെ. മാലം യഅതിക
ഫത്തബിഅനി അവിടെ നീട്ടൊക്കെ ഫത്തബിഅനി അഹ്ദിക സിറാതൻ സവിയ യാ അബതി ലാ തഅബുദിശ് ശൈത്വാൻ ഇന്നശ്ശൈത്വാന കാന ലിർറഹ്മാനി അസിയ. ബാപ്പയുടെ പിന്നെ ചൊല്ല് ഷെയ്ത്താനുക്ക് നിങ്ങൾ ഇബാദത്ത് എടുക്കണ്ട. ഷെയ്ത്താൻ അള്ളാഹുക്ക് എതിർ ചെയ്തവനായിട്ടിക്കട്ടെ, അവനൊരിക്കലും നല്ലതൊക്കെ വിളിച്ചോണ്ട് കൊണ്ടില്ല. അപ്പൊ നിങ്ങൾ ഈ ചെയ്തതൊക്കെ ഷെയ്ത്താന്റെ തെറുവായിട്ടിക്കട്ടെ. അതായത് ഇതിലുള്ള കെത്തി അതിലുള്ള റൂപ കൊടുത്ത് അതൊക്കെ പൂജാക്കട ചൊല്ലത് അത് ഷെയ്ത്താന്റെ തെറുവായിട്ടിക്കട്ടെ. ഷെയ്ത്താനുക്ക് നിങ്ങൾ പിൻപറ്റണ്ട, അവ ഷെയ്ത്താനുക്ക് പൂജിക്കും പോണ്ട. യാ അബത്തി ഇന്നി അഖാഫു അൻ യമസ്സക അദാബു മിനർ റഹ്മാൻ. റഹ്മാനായ അല്ലാഹുവിൽ നിന്ന് ശിക്ഷ നിങ്ങൾക്ക് വരും, അതിനാ പേടിച്ചുകൊണ്ട്. ഫതകൂന ലിശ്ശൈത്താനി വലിയ. അപ്പൊ ഷെയ്ത്താന്റെ സഹായിയായി ഷെയ്ത്താന്റെ ഒട്ടുക്ക് നരകത്തിൽ നിങ്ങൾ പോകേണ്ടി വരും, അവനൊട്ട് കൂടേണ്ടി വരും, നരകത്തിൽ നിങ്ങൾ പോരേണ്ടി വരും എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പക്ക് ചൊല്ലു കൊടുക്കുക. ഈ ലാസ്റ്റ് ആയത്തിന് അങ്ങോട്ട് യാ അബതി ഇന്നി നൂണ് മണിക്കണം, നീട്ടണം. അഖാഫു അൻ യമസ്സക നൂനും യാവും ഇത് കാമാടും. അൻ യമസ്സക അദാബും മിനർ റഹ്മാനി ഫതകൂന ലിശ്ശൈത്വാനി വലിയ. ഒന്നും കൂടി നമുക്ക് ഈ 5 ആയത്ത് നമുക്ക് ഓതി നോക്കാം. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ ഇദ് ഖാല ലിഅബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈആ യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക സിറാതൻ സവിയ യാ അബതി ലാ തഅബുദിശ് ശൈത്വാന ഇന്നശ്ശൈത്വാന കാന ലിർറഹ്മാനി അസിയ യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്വാനി വലിയ. ഇതിലെ ഈ ആയത്ത് വഖഫാക്കി അവിടെല്ല നബിയ അല്ലെ, സവിയ, അസിയ, വലിയ എല്ലാം വഖഫാക്കേണ്ട. നമ്മ ഈ സൂറത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ചൊന്താ ആ ബായി എന്താക്കണം, ഒരിക്കലും മുച്ചൊത്തിറ ഒരിക്കലും മുടങ്ങും തീറ എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ തന്നെ പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മണിക്കേണ്ടത് ഷദ്ദുള്ള നൂണ് ഷദ്ദുള്ള മീമല്ല, അത് മണിക്കണം. നീട്ടേണ്ട ജാഗകളൊക്കെ അതൊക്കെ നീട്ടി ഓതണം. ഇതിൽ നീട്ടേണ്ട ഒരുപാട് ജാഗകളുണ്ട് അല്ലെ, അവിടെ മേലെ അണ്ടയ്ക്ക് ഇറക്കിട്ടിട്ട് ആ ജാഗകളൊക്കെ നീട്ടിയിട്ടായിട്ട് എന്താക്കേണ്ടത് ഓതുന്നത്. ഞങ്ങൾ അങ്ങനെ തന്നെ ഓതി അതത്താക്കണം. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ, കാതൊർത്തെല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് ആ സമയത്ത് ബാപ്പയുടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബാപ്പ ചെന്നെങ്കിൽ ബാപ്പയുടെ സഹോദരനായിട്ടിട്ട് അയാളെ ഇസ്ലാമുക്ക് പേനായി വിളിച്ച് അയാളെ പ്രബോധനാക്കിയപ്പോ അയാൾ എന്തൊരു ചെന്ന് നോക്കാം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രബോധന തുടങ്ങുന്നമേ ഔത്തിൽ നിന്ന് പിന്നെ ആയിട്ട് റായത്തേങ്ങ അല്ലെ. ഞങ്ങൾ എപ്പോൾ അങ്ങനല്ലേ, ഞങ്ങൾ നല്ലാവുക, ഞങ്ങളെ ഔത്രങ്ങളെ നല്ലാക്കുക, പിന്നെ റായത്തങ്ങളെ നല്ലാക്കുക, ഇങ്ങനെ ആയിട്ടിക്കുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ നല്ലാവില്ല, ഞങ്ങളെ മക്കളെ ഞങ്ങൾ നല്ല തിരക്കൊണ്ടില്ല, പിന്നെ റായത്തങ്ങ ഞങ്ങൾ ബുദ്ധി ചൊല്ലുപോയെങ്കിൽ റായത്തെ ആൾമാർ ചൊല്ലില്ല. ഫസ്റ്റ് നീ നല്ലായിക എന്നുള്ളത്, നിന്നെ മക്കളെ നീ നോക്കിയ എന്നുള്ളത് ചൊല്ലല്ലേ. അപ്പോ ദീൻ പ്രബോധനം തുടങ്ങേണ്ടത് തന്നെ ഔത്തിൽ നിന്നായിട്ടിരിക്കുക, ഔട്ടായിട്ടിരിക്കുക, പിന്നെ പുറത്ത്. അപ്പൊ ഈ ബാപ്പയുടെ പ്രബോധനാക്കിയിട്ടാകുമ്പോ ബാപ്പ് എന്ത് ചെന്നത് എന്നുള്ളതായിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി ഇന്നത്തെ ആയത്തിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാതു കൊടുക്കാം. അള്ളാഹു എല്ലാ സ്വാലിഹായ അമലുകൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.